എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിരിക്കുന്നോ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുറച്ച് നാളുകളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൺസ്ക്രീൻ ലോഷന്റെ വീഡിയോ ആണ്, ഹോം മെയ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ലോഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓയിലി സ്കിൻകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും യൂസ് ചെയ്യാനായിട്ട്. കാരണം ഇതൊരു ഓയിൽ ബേസ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ലോഷനാണ്, ഹോം മെയ്ഡ് ആണ്. ഓക്കെ, വലിയ രീതിയിലുള്ള സൺ പ്രൊട്ടക്ഷൻ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചെറുതായിട്ടുള്ള ടാനൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലോഷന് പറ്റും. പ്രത്യേകിച്ച് ഇത് ഡ്രൈ സ്കിൻകാർക്കാണ്. നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാം. പിന്നെ ഓയിലി സ്കിൻകാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ എടുക്കുന്ന ഓയിലിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, അത് വളരെയധികം കുറച്ചാൽ മതി കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ വീഡിയോയെ കുറിച്ച് പറയാം. പിന്നെ അധികം ഒന്നും വലിച്ചു നീട്ടണം, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അല്ലെങ്കിൽ തന്നെ വീഡിയോ ഭയങ്കര ലോങ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സൺസ്ക്രീൻ ലോഷൻ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ ലോഷൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് ആൽമണ്ട് ഓയിലാണ്, ബദാം എണ്ണയാണ് കേട്ടോ. ബദാം എണ്ണ ഒരു വലിയ സ്പൂൺ ബദാം എണ്ണ എടുക്കുന്നുണ്ട്. എൻ്റെ ഇത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നിങ്ങളൊരു വലിയ സ്പൂൺ ബദാം എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ 1/2 സ്പൂണോ 3/4 സ്പൂണോ ഒക്കെ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ്. ബദാം എണ്ണയിൽ SPF 5 ഉണ്ട്. പിന്നെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ധാരാളം പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതിൽ. അത് മാത്രമല്ല സൺബേൺ ഉണ്ടല്ലോ, നമ്മളെ സൺബേണിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെയുള്ള കഴിവ് ഗ്രീൻ ടീക്ക് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു ബാഗ് ഗ്രീൻ ടീ ആണ്. നിങ്ങൾക്ക് 2 ബാഗോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ബാഗ് ഗ്രീൻ ടീയിൽ ഒരു വലിയ സ്പൂണോളം ഗ്രീൻ ടീ പൗഡർ ഉണ്ടായിരിക്കും. പ്യുവറായിട്ടുള്ള ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഗ്രീൻ ടീ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ്, ഈ ഒരു ചെറിയൊരു ബാഗ് ഗ്രീൻ ടീ ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ ഓയിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഗ്രീൻ ടീയുടെ എല്ലാ കണ്ടൻറ്റും ഓയിലിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിനായിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഈ ഓയിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഓയിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുക. ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഓയിൽ മുകളിൽ വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5-10 മിനിറ്റ് മാത്രമാണ് ആൽമണ്ട് ഓയിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ പാടുള്ളൂ. കാരണം അധികമായിട്ട് തിളപ്പിക്കരുത്. തിന്നാണ് ആൽമണ്ട് ഓയിലിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്. അപ്പോൾ നമ്മൾ 5-10 മിനിറ്റ് ആ ഗ്രീൻ ടീയുടെ സത്ത് മുഴുവൻ ഓയിലിൽ ഇറങ്ങണം, അത്രേ വേണ്ടൂ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഓയിൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഓയിലാണ് നമുക്ക് കിട്ടുന്നത്. ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആൽമണ്ട് ഓയിൽ നല്ലപോലെ തണുക്കണം കേട്ടോ. പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് റെഡിമെയ്ഡ് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 സ്പൂണോളം ആൽമണ്ട് ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 മുതൽ 5 സ്പൂൺ വരെ റെഡിമെയ്ഡ് അലോവേര ജെല്ലാണ്. നിങ്ങൾ 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ 3-4 സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മുടെ ക്രീമിന് എന്തോരം കൺസിസ്റ്റൻസി വേണം, അതായത് ലിക്വിഡ് മാതിരി വേണോ, ലോഷൻ പോലെ വേണോ, അല്ലെങ്കിൽ ജെല്ലായിട്ടിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 തൊട്ട് 4 വരെ 4 സ്പൂൺ അലോവേര ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഓയിലും ആൽമണ്ട് ഓയിലും അലോവേരയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. ഇതിൻ്റെ ഡോസ് വരുന്നത് 400 കേട്ടോ. ഈ ഇവിയോൺ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഞാൻ 5 എണ്ണമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോയിൽ 3 എണ്ണം ആഡ് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് 1 സ്പൂൺ ആൽമണ്ട് ഓയിലിലേക്ക് 5 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. അതായത് സൺബേണിൽ നിന്നാണെങ്കിലും അതുപോലെ UV റേസിൽ നിന്നാണെങ്കിലും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് നല്ലതാണ്. ധാരാളം സൺ ബ്ലോക്കിംഗ് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് കൂടി ആഡ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. ഗ്ലാസ് ജാർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് നേരം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഈ ഒരു ലോഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാക്കി മാറ്റാം. അതായത് നിങ്ങൾക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആണ് വേണ്ടതെങ്കിൽ കുറച്ചധികം ഓയിൽ ആഡ് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് ജെൽ പോലെ ഇരിക്കണം, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണമെങ്കിൽ കുറച്ചധികം അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊരു നല്ലൊരു സൺസ്ക്രീൻ ലോഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൺ പ്രൊട്ടക്ഷൻ ക്രീമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നൈറ്റ് വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും ഈ ഒരു ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കെമിക്കൽ ക്രീമുകൾ തരുന്ന അത്രയും പ്രൊട്ടക്ഷൻ ഈ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീമിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക.